നമസ്കാരം. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ബി.ജെ.പിയിൽ ചേർന്നത് ആയുധമാക്കിയാണ് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. അത്തരത്തിൽ റെജി ലൂക്കോസിനെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ കുറിപ്പുകൾ പലതും ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ഇടത് സഹയാത്രികൻ എന്നാണ് റെജി ലൂക്കോസിനെ പലരും വിശേഷിപ്പിക്കുന്നതെങ്കിലും സഹയാത്രികനല്ല, റെജി ലൂക്കോസ് CPM-കാരൻ തന്നെയാണെന്ന് പല സോഷ്യൽ മീഡിയ പേജുകളും ചൂണ്ടിക്കാട്ടുന്നു. അത്തരത്തിൽ ഈ വിഷയത്തിൽ നിഷാൻ പരപ്പനങ്ങാടി എന്നൊരാൾ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ച ചുരുക്കം ചില മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഇയാളെന്നാണ് നിഷാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ: അയാളെ സഹയാത്രികനെന്ന് വിളിക്കരുത്, CPM-കാരൻ തന്നെയാണ്. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിനുള്ള പ്രതിനിധിയായി അയാളെ തെരഞ്ഞെടുത്ത് അയച്ചത് CPM-ന്റെ കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തിലാണ്. ഈ സന്തോഷം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്തയാളാണ് റെജി ലൂക്കോസ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ച ചുരുക്കം ചില മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഇയാൾ. ഇന്നലെ കൂടി കണ്ടതേയുള്ളൂ, ഇന്നിങ്ങനെ ഒരു ഗതി വരുമെന്ന് ആരറിഞ്ഞു എന്ന് പലരും അപ്രതീക്ഷിതമായി മരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള പോലെ ഇന്നലെ കൂടി CPM-ന് വേണ്ടി സംസാരിക്കാൻ ചാനൽ ചർച്ചകളിൽ കണ്ടതേയുള്ളൂ. ഇങ്ങനെ ഒരു പോക്ക് ആര് കരുതി? ഇന്നലെയും ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം BJP-യുമായി ചർച്ച നടത്തിയ ശേഷവും CPM-ന് വേണ്ടി നാവെടുത്ത് വെട്ടാൻ ഇറങ്ങി വന്നിരുന്നു എന്നർത്ഥം. വർഗീയത പ്രചരിപ്പിക്കാൻ ഇങ്ങനെ സഹയാത്രിക ലേബലിൽ പുറമേക്ക് മണമില്ലാത്ത ഉണങ്ങിയ ചാണകങ്ങൾ ഇറക്കുന്ന ഏർപ്പാട് CPM വ്യാപകമാക്കി. പിന്നീട് നനയുമ്പോൾ മണം തുടങ്ങും. എഴുതി വെച്ചോളൂ, അടുത്തതായി പോകുന്നത് പന്തൽ പ്രേമൻ എന്ന പ്രേംകുമാർ ആയിരിക്കും. പിണറായി വിജയനെ മോദിയുമായി താരതമ്യം ചെയ്ത് തലേന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷം പിറ്റേന്ന് ഭരണം കിട്ടിയപ്പോൾ സഹയാത്രികനായി കൂടെ കൂടിയ അട്ടപ്പായലാണ്. CPM-കാരൻ റെജി ലൂക്കോസ് BJP-യിൽ ചേർന്നു. BJP-ക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കുറച്ചു കാലമായി CPM-ന്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായിട്ടായിരുന്നു റെജി ലൂക്കോസ് പ്രവർത്തിച്ചിരുന്നത്. മുൻപും വഖഫ് വിഷയത്തിലടക്കം റെജി ലൂക്കോസ് ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. വഖഫ് നിയമം കാടവും കിരാതവും അപരിഷ്കൃതവുമാണെന്ന് റെജി ലൂക്കോസ് അടുത്തിടെ നിലപാട് സ്വീകരിച്ചിരുന്നു. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം വിഭാഗക്കാരുടെ സ്വത്തുക്കളെല്ലാം നിയമത്തിന്റെ ഭീഷണി നിഴലിലാണെന്നും രാജ്യത്ത് വഖഫ് നിയമം അടിച്ചേൽപ്പിച്ച കോൺഗ്രസ് മാത്രമാണ് ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെന്നും റെജി ലൂക്കോസ് ആരോപിച്ചു. മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിലും നിയമസഭയിലും CPM ശക്തമായി എതിർത്തിരുന്നു. ഇതിനിടയിലായിരുന്നു റെജി ലൂക്കോസ് CPM-ന് ഘടകവിരുദ്ധമായ നിലപാട് അന്ന് പറഞ്ഞത്. മലയാള ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായ റെജി ലൂക്കോസ് അമേരിക്കയിലാണ് കൂടുതൽ കാലവും ചെലവഴിച്ചത്. അമേരിക്കയിൽ 6 വർഷം പത്രപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ച ചുരുക്കം ചില മാധ്യമപ്രവർത്തകരിൽ ഒരാൾ. താൻ പിണറായിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് റെജി ലൂക്കോസ് അവകാശപ്പെട്ടിരുന്നത്. കൈരളി TV-യുമായും ദേശാഭിമാനിയുമായി അടക്കം സഹകരിച്ചിരുന്നു. കോട്ടയം കുരുമള്ളൂർ മനപ്പാട്ടുകുന്നൽ ലൂക്കോസ് മേരി ദമ്പതികളുടെ മകനാണ് റെജി ലൂക്കോസ്. അതേസമയം താനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആവർത്തിക്കുന്ന റെജി ലൂക്കോസിനെ തള്ളി VN വാസവൻ രംഗത്ത് വന്നു. റെജി ലൂക്കോസ് BJP-യിൽ ചേർന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും റെജി ലൂക്കോസിനും അതിന് സ്വാതന്ത്ര്യമുണ്ടെന്നും VN വാസവൻ പറഞ്ഞു. റെജി പാർട്ടിയുടെ ഒരു പദവിയും വഹിച്ചിരുന്ന ആളല്ല. അക്കരപ്പച്ച കണ്ടു പോകുന്നവർ എല്ലായിടത്തുമുണ്ട്. ഇത്തരം കൊഴിഞ്ഞുപോക്ക് ഇടതുമുന്നണിയെ ബാധിക്കില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ നേടി ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്നും VN വാസവൻ പറഞ്ഞു. റെജി ലൂക്കോസുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ചാനൽ ചർച്ചയ്ക്ക് CPM ആളെ വിടാത്തപ്പോൾ നിങ്ങൾ വിളിച്ചിരുന്ന ആൾ മാത്രമാണ് റെജിയെന്നും P. രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു.